കേരളത്തിൽ എത്തിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ കണ്ട കുറെ പ്രൊമോഷനിൽ ഒരു ഇന്റർവ്യൂവിലും ലാലേട്ടന്റെ ചിരിയും കളിയും തമാശകളും കണ്ടു. ഒത്തിരി ടെൻഷൻ അടിച്ച് ഇവിടെ ആന്റണി പെരുമ്പാവൂർ എന്ന ഒരു പ്രൊഡ്യൂസർ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഡെയിലി രാത്രി നിങ്ങൾ കോൾ ചെയ്യുമായിരുന്നു. എപ്പോഴും നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരുന്ന എന്തായിരുന്നു? അത്ര എൻജോയ് ചെയ്ത ഏറ്റവും നല്ല ഇന്റർവ്യൂ ഏതായിരുന്നു ലാലേട്ടൻ ഫീൽ? ഞാൻ ചിരിച്ചു കളിച്ച് സംസാരിക്കുന്നത് തെറ്റാണോ? ഏറ്റവും നല്ലതായിരുന്നു. അല്ല, അങ്ങനല്ല. നമുക്ക് ഈ അതിലൊരു മലയാളത്തിൽ ഏറ്റവും സെനിത്ത് ഓഫ് എവരി സോറോ ഇസ് ഹാപ്പിനെസ് എന്ന് പറയും. എല്ലാ സങ്കടത്തിൻ്റെയും മുകളിൽ നിൽക്കുന്ന സന്തോഷം എന്നാണ്. അപ്പോൾ അതായത് നമ്മളും കൂടെ ഓൾറെഡി ആന്റണി സ്കാനിങ്ങിലൂടെ ഒരുപാട് സങ്കടങ്ങളിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനും കൂടെ സങ്കടപ്പെടുന്ന ഒരാൾ സന്തോഷത്തിലിരിക്കാതെ അല്ലല്ലോ. അങ്ങനല്ല, നമ്മളെ ഒരു ചോദ്യങ്ങൾ അങ്ങനെയായിരുന്നു. അതില് ഒരു വ്യത്യസ്തമായ കാര്യങ്ങളായിരുന്നു. പിന്നെ നമുക്കൊരു 10-12 ഇന്റർവ്യൂ കഴിയുമ്പോഴത്തേക്ക് ഒരു ഡിസോറിയന്റഡ് ആവും. നമ്മൾ എന്താ പറയുന്നതെന്ന് അറിയാൻ പറ്റില്ല. അങ്ങനെ ചില തമാശകൾ പറഞ്ഞു എന്നേ ഉള്ളൂ. കാര്യം പിന്നെ സന്തോഷിക്കാതിരിക്കാനുള്ള കാരണങ്ങളൊന്നുമില്ലായിരുന്നു സിനിമയെ സംബന്ധിച്ച്. ബാക്കി വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ച് ഞങ്ങൾക്ക് വലിയ സന്തോഷിക്കാതിരിക്കാനുള്ള കാരണങ്ങളൊന്നുമില്ല. ഒരുപാട് കാരണങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞു. ഞങ്ങൾക്ക് ഷൂട്ടിങ്ങിന് ഒരുപാട് കുഴപ്പങ്ങളുണ്ടായി. എന്ന് പറഞ്ഞാൽ ഷൂട്ടിങ്ങിൻ്റെ വെതർ, ക്ലൈമറ്റ്, അതിൻ്റെ ലോജിസ്റ്റിക്സ്, യാത്രകൾ, അത് എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ. പക്ഷെ അതെല്ലാം പൃഥ്വിക്ക് എന്താ വേണ്ടത് അത് തന്നെയാണ് നമ്മൾ ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എന്താ പറയേണ്ടത്, ഒരു ഞങ്ങളുടെ യൂണിറ്റ് 300, 400, 500 പേരൊക്കെയുള്ള യൂണിറ്റ് ഉണ്ടായിരുന്നു. അവരെ ലഡാക്കിലേക്ക് കൊണ്ടുപോവുക, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും ഇപ്പൊ പെട്ടെന്ന് പറയേണ്ട കാര്യമില്ല. നമുക്ക് വളരെ സന്തോഷമായിട്ടിരിക്കാം. ലാലേട്ടനോടൊരു ചോദ്യം ചോദിക്കാൻ ഞാൻ ആളല്ല. കാരണം ഇപ്പൊ പിന്നെ ചോദിക്കാതിരിക്കുന്നല്ലോ. ഞാൻ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നന്ദിയാണ് സത്യം പറഞ്ഞ. എന്താണ്? അതായത് ലാലേട്ടനെ എപ്പോ കണ്ടാലും, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ലാലേട്ടനെ, ആദ്യമായിട്ടാണ് ലാലേട്ടനോട് ചോദ്യം ചോദിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞതാണ്. ലാലേട്ടനോട് പറയാനുള്ളത് ഒരു നന്ദി മാത്രമാണ്. ഈ മലയാളക്കരയിൽ വന്ന് പിറന്നതിന്, മലയാള സിനിമയിൽ അഭിനയിക്കാൻ തീരുമാനിച്ചതിന്, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ദുഃഖത്തിലും സന്തോഷത്തിലും രോമാഞ്ചത്തിലും ഒക്കെ സിനിമകളിലൂടെ ഒപ്പം നിന്നതിന് നന്ദി മാത്രമുള്ള ലാലേട്ടാ പറയാൻ. ഞാൻ ആദ്യമേ നന്ദി പറഞ്ഞുകൊണ്ടല്ലേ എന്റെ ഭർത്താവിനെ തന്നെ തുടങ്ങിയത്. നിങ്ങളോട് നന്ദി പറഞ്ഞിട്ടാണ്. കാര്യം നിങ്ങൾ തന്നെയാണ്, ഈ നന്ദി തന്നെയാണ് മോഹൻലാൽ എന്ന ഈ നടനെ 47 വർഷമായിട്ട് നിർത്തിയിരിക്കുന്നത്. വളരെ കേരളത്തിൽ എത്തിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ കണ്ട കുറെ പ്രൊമോഷനിൽ ഒരു ഇന്റർവ്യൂവിലും ലാലേട്ടന്റെ ചിരിയും കളിയും തമാശകളും കണ്ടു. ഒത്തിരി ടെൻഷൻ അടിച്ച് ഇവിടെ ആന്റണി പെരുമ്പാവൂർ എന്ന ഒരു പ്രൊഡ്യൂസർ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഡെയിലി രാത്രി നിങ്ങൾ കോൾ ചെയ്യുമായിരുന്നു. എപ്പോഴും നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരുന്ന എന്തായിരുന്നു? അത്ര എൻജോയ് ചെയ്ത ഏറ്റവും നല്ല ഇന്റർവ്യൂ ഏതായിരുന്നു ലാലേട്ടൻ ഫീൽ? ഞാൻ ചിരിച്ചു കളിച്ച് സംസാരിക്കുന്നത് തെറ്റാണോ? ഏറ്റവും നല്ലതായിരുന്നു. അല്ല, അങ്ങനല്ല. നമുക്ക് ഈ അതിലൊരു മലയാളത്തിൽ ഏറ്റവും സെനിത്ത് ഓഫ് എവരി സോറോ ഇസ് ഹാപ്പിനെസ് എന്ന് പറയും. എല്ലാ സങ്കടത്തിൻ്റെയും മുകളിൽ നിൽക്കുന്ന സന്തോഷം എന്നാണ്. അപ്പോൾ അതായത് നമ്മളും കൂടെ ഓൾറെഡി ആന്റണി സ്കാനിങ്ങിലൂടെ ഒരുപാട് സങ്കടങ്ങളിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനും കൂടെ സങ്കടപ്പെടുന്ന ഒരാൾ സന്തോഷത്തിലിരിക്കാതെ അല്ലല്ലോ. അങ്ങനല്ല, നമ്മളെ ഒരു ചോദ്യങ്ങൾ അങ്ങനെയായിരുന്നു. അതില് ഒരു വ്യത്യസ്തമായ കാര്യങ്ങളായിരുന്നു. പിന്നെ നമുക്കൊരു 10-12 ഇന്റർവ്യൂ കഴിയുമ്പോഴത്തേക്ക് ഒരു ഡിസോറിയന്റഡ് ആവും. നമ്മൾ എന്താ പറയുന്നതെന്ന് അറിയാൻ പറ്റില്ല. അങ്ങനെ ചില തമാശകൾ പറഞ്ഞു എന്നേ ഉള്ളൂ. കാര്യം പിന്നെ സന്തോഷിക്കാതിരിക്കാനുള്ള കാരണങ്ങളൊന്നുമില്ലായിരുന്നു സിനിമയെ സംബന്ധിച്ച്. ബാക്കി വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ച് ഞങ്ങൾക്ക് വലിയ സന്തോഷിക്കാതിരിക്കാനുള്ള കാരണങ്ങളൊന്നുമില്ല. ഒരുപാട് കാരണങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞു. ഞങ്ങൾക്ക് ഷൂട്ടിങ്ങിന് ഒരുപാട് കുഴപ്പങ്ങളുണ്ടായി. എന്ന് പറഞ്ഞാൽ ഷൂട്ടിങ്ങിൻ്റെ വെതർ, ക്ലൈമറ്റ്, അതിൻ്റെ ലോജിസ്റ്റിക്സ്, യാത്രകൾ, അത് എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ. പക്ഷെ അതെല്ലാം പൃഥ്വിക്ക് എന്താ വേണ്ടത് അത് തന്നെയാണ് നമ്മൾ ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എന്താ പറയേണ്ടത്, ഒരു ഞങ്ങളുടെ യൂണിറ്റ് 300, 400, 500 പേരൊക്കെയുള്ള യൂണിറ്റ് ഉണ്ടായിരുന്നു. അവരെ ലഡാക്കിലേക്ക് കൊണ്ടുപോവുക, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും ഇപ്പൊ പെട്ടെന്ന് പറയേണ്ട കാര്യമില്ല. നമുക്ക് വളരെ സന്തോഷമായിട്ടിരിക്കാം. ലാലേട്ടനോടൊരു ചോദ്യം ചോദിക്കാൻ ഞാൻ ആളല്ല. കാരണം ഇപ്പൊ പിന്നെ ചോദിക്കാതിരിക്കുന്നല്ലോ. ഞാൻ
പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നന്ദിയാണ് സത്യം പറഞ്ഞ. എന്താണ്? അതായത് ലാലേട്ടനെ എപ്പോ കണ്ടാലും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ലാലേട്ടനെ. ആദ്യമായിട്ടാണ് ലാലേട്ടനോട് ചോദ്യം ചോദിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞതാണ്. ലാലേട്ടനോട് പറയാനുള്ളത് ഒരു നന്ദി മാത്രമാണ്. ഈ മലയാളക്കരയിൽ വന്ന് പിറന്നതിന്, മലയാള സിനിമയിൽ അഭിനയിക്കാൻ തീരുമാനിച്ചതിന്, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ദുഃഖത്തിലും സന്തോഷത്തിലും രോമാഞ്ചത്തിലും ഒക്കെ സിനിമകളിലൂടെ ഒപ്പം നിന്നതിന് നന്ദി മാത്രമുള്ള ലാലേട്ടാ പറയാൻ. ഞാൻ ആദ്യമേ നന്ദി പറഞ്ഞുകൊണ്ടല്ലേ എന്റെ വർത്താനം തന്നെ തുടങ്ങിയത്. നിങ്ങളോട് നന്ദി പറഞ്ഞിട്ടാണ്. കാര്യം നിങ്ങൾ തന്നെയാണ്, ഈ നന്ദി തന്നെയാണ് മോഹൻലാൽ എന്ന ഈ നടനെ 47 വർഷമായിട്ട് നിർത്തിയിരിക്കുന്നത്. വളരെയധികം നന്ദി. എനിക്ക് രാജുവേട്ടനോട് ചോദിക്കുന്നുണ്ട്. രാജുവേട്ട, എമ്പുരാൻ സിനിമയാണ് ഇപ്പോ മലയാള സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും ഹൈപ്പുള്ള സിനിമയായി മാറിയിരിക്കുന്നത്. പൃഥ്വിരാജ് സുകുമാരൻ എന്ന ഡയറക്ടർ ഒരു ഫംഗ്ഷനിലും പോയി